തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കീഴാറ്റൂർ മുതൂർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ കലാമണ്ഡലം ഹൈദരാലി സ്മാരക പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കോട്ടയ്ക്കൽ നാരായണന് ജനുവരി 6-ന് കീഴാറ്റൂർ താലപ്പൊലിയുടെ കളിയരങ്ങിൽ നടത്തുന്ന കലാമണ്ഡലം ഹൈദരാലി അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ മേലാറ്റൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 6-ന് വൈകിട്ട് 7 നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. കീഴാറ്റൂർ മുതൂർശിക്കാവ് താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി സംഘടിപ്പിക്കാറുണ്ട്. 2006-ൽ കഥകളിക്ക് പങ്കെടുത്ത് പാട്ടുപാടി മടങ്ങുന്ന വഴിക്കാണ് പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരലി ആശാന്റെ അകാല വിയോഗം. ഇതിനെ തുടർന്ന് എല്ലാ വർഷവും താലപ്പൊലിയുടെ ഭാഗമായി കലാമണ്ഡലം ഹൈദരലി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട്. മാത്രമല്ല ഹൈദരലിയുടെ പേരിൽ ഒരു പുരസ്കാരവും ഏർപ്പെടുത്തുകയുണ്ടായി. ഈ വർഷത്തെ പുരസ്കാരം കോട്ടയ്ക്കൽ നാരായണൻ ആശാനാണ്. ഏതാണ്ട് 5000-ലധികം കഥകളി വേദികളിൽ പ്രഗത്ഭരോടൊപ്പം പങ്കെടുക്കുകയും പാടുകയും ചെയ്ത പ്രശസ്തനായ കഥകളി സംഗീതജ്ഞനാണ് കോട്ടയ്ക്കൽ നാരായണൻ. കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലെ അംഗമായും അധ്യാപകനായും പ്രിൻസിപ്പലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കീഴാറ്റൂർ പഞ്ചായത്ത് കാർഷിക വികസന സഹകരണ സംഘമാണ് പുരസ്കാരവുമായി സഹകരിക്കുന്നത്. കലാമണ്ഡലം ഹൈദരലി അവസാനമായി പാടിയ കീഴാറ്റൂർ മുതൂർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും താലപ്പൊലിയോടനുബന്ധിച്ച് കഥകളിയും ഹൈദരലി അനുസ്മരണവും നടത്തിവരാറുണ്ട്. 2020-ലെ താലപ്പൊലിയോടനുബന്ധിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പുരസ്കാര സമർപ്പണം ആരംഭിച്ചത്. വടക്കൻ ഭാഗത്ത് മണ്ണാർമല, മേലാറ്റൂർ, പാണ്ടിക്കാട്, കൊണ്ടിവരമ്പ് തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും വിപുലമായ താലപ്പൊലി ആഘോഷങ്ങൾ മുമ്പുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിലച്ചു. ഇപ്പോൾ അങ്ങാടിപ്പുറം പൂരത്തിന് ശേഷം ഈ വടക്കൻ കൊള്ളവരാളിൽ ഏറ്റവും പ്രഗത്ഭമായ താലപ്പൊലികൾ നടക്കുന്നത് ആ ജനകീയ പങ്കാളിത്തത്തോടെയാണ്. സാധാരണ ഒരു 10-20-25 ലക്ഷം രൂപ ചിലവായി നാട്ടുകാരുടെ സഹകരണത്തോടെ അയൽപക്കക്കാരുടെയും സഹായത്തോടെ നടക്കുന്നു. അത് വിജയിപ്പിക്കാൻ വേണ്ട. പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ ഹൈദരലി അനുസ്മരണ സമിതി ഭാരവാഹികളായ കീഴാറ്റൂർ അനിയൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, പി നാരായണുണ്ണി, പനിയൂർ കുട്ടൻ, പരിയാരത്ത് അനിൽകുമാർ, പി വേണുഗോപാലൻ, മഠത്തിൽ സുജിത്ത്, പി രാധാകൃഷ്ണൻ, കാരാട്ട് വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. സമകാലിക കഥകളി ഗായകരിൽ പ്രമുഖനാണ് കോട്ടയ്ക്കൽ നാരായണൻ. കഥകളി സംഗീതത്തിലെ പരമ്പരാഗത ശൈലിയുടെയും ആധുനിക നവീകരണത്തിൻ്റെയും സമന്വയത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ചിട്ടയായതും ശൈലീകൃതവുമായ അവതരണത്തിലുള്ള ശക്തി നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം എടുത്തു പറയേണ്ടതാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലായിൽ ജനിച്ച നാരായണൻ 12-ാം വയസ്സിൽ കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ കഥകളി സംഗീതം പഠിക്കാൻ ചേർന്നു. കോട്ടയ്ക്കൽ വാസു നെടുങ്ങാടിയായിരുന്നു ആദ്യ ഗുരു. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശിൻ്റെ നേരിട്ടുള്ള ശിക്ഷണം ലഭിച്ച അദ്ദേഹം കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ കഥകളി സംഗീതാധ്യാപകനായും സംഗീത വിഭാഗത്തിൻ്റെ തലവനായും പിന്നീട് പ്രിൻസിപ്പളായും സേവനം ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം മാർഗി കഥകളി കേന്ദ്രത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ കോട്ടയ്ക്കൽ നാരായണന് രാജ്യത്തിനകത്തും ശ്രീലങ്ക, UAE, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളായി 5000-ലധികം വേദികളിൽ പ്രമുഖ കഥകളി കലാകാരന്മാരോടൊപ്പം കഥകളി സംഗീതം അവതരിപ്പിക്കാൻ അവസരമുണ്ടായി. കേരളത്തിലെ പ്രമുഖരായ കഥകളി പാട്ടുകാർക്ക് അവാർഡ് നൽകലുണ്ട്. ശ്രീ പാലനാട് ദിവാകരൻ മാസ്റ്റർ, കീഴാറ്റൂർ അനിയൻ മാസ്റ്റർ, വെട്ടിക്കാട് ദാമോദരൻ നമ്പൂതിരി, വേണു മാസ്റ്റർ, ചേലപ്പറമ്പ് നാരായണ നമ്പൂതിരി, ദേവറുകാട് മോഹനൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള ജൂറി അംഗങ്ങളാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം സുപ്രസിദ്ധ കഥകളി പാട്ടുകാരനായ ശ്രീ കോട്ടയ്ക്കൽ നാരായണ ആശാനാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ പഠിച്ച് അവിടെ അധ്യാപകനായി പ്രിൻസിപ്പാളായി വിരമിച്ച് ഇപ്പോൾ
തിരുവനന്തപുരം മാർഗി കഥകളി കേന്ദ്രത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യയിലൊട്ടുക്കും വിദേശ രാജ്യങ്ങളിലും നിരവധി കഥകളി അരങ്ങുകളിൽ സജീവ പങ്കാളിത്തം നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം നല്ലൊരു പ്രഗത്ഭരായ ശിഷ്യ സമ്പത്തിൻ്റെ ഉടമയാണ്. കഥകളി ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നല്ല ഒരു കഥകളി പാട്ടുകാരനാണ്. സ്വരമാധുര്യം കൊണ്ട് ആൾക്കാരെ വശീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. എല്ലാം കൊണ്ടും ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ പ്രാവശ്യത്തെ അനുസ്മരണ സമിതി നടത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.